ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. ഏപ്രിൽ 12 മുതൽ 18 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 നമുക്ക് നോക്കാം. തുടർന്നും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായും വീഡിയോ കാണുന്നതിനായും എല്ലാവരും കറണ്ട് അഫയേഴ്സ് അൽക്ക എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഡസ്റ്റ്ലിക് 2026 ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ 7ാം പതിപ്പാണ് ഡസ്റ്റ്ലിക് 2026. ഏപ്രിൽ 12-ന് ഉസ്ബെക്കിസ്ഥാനിലെ നമൻഗനിലുള്ള ഗുരുംസാരായ് ഫീൽഡ് പരിശീലന മേഖലയിലാണിത് ആരംഭിച്ചത്. ലക്ഷ്യം അർദ്ധപർവ്വത പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെയും ഉസ്ബെക്കിസ്ഥാൻ സൈന്യത്തിൻ്റെയും പരസ്പര പ്രവർത്തനക്ഷമതയും സംയുക്ത പ്രവർത്തനശേഷിയും വർദ്ധിപ്പിക്കുക എന്നതാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റൽ താഷ്കെൻഡ്. കറൻസി ഉസ്ബെക്കിസ്ഥാൻ സോം. പ്രസിഡന്റ് ഷൗക്കത്ത് മിർസിയോവ്. പ്രധാനമന്ത്രി അബ്ദുള്ള അരിപ്പോവ്. പേടിഎമ്മിൽ UPI ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫേസ് ID ഉപയോഗിക്കുന്ന പുതിയ ബയോമെട്രിക് ഫീച്ചർ അവതരിപ്പിച്ചു. 2026 ഏപ്രിൽ മുതലാണ് RBI നിർദ്ദേശപ്രകാരമുള്ള ഈ ഫീച്ചർ ലഭിക്കുക. ജിബൂട്ടി 2026 ഏപ്രിലിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ 6ാം തവണയും വിജയിച്ച് ഇസ്മായിൽ ഒമർ ഗുല്ലെ ജിബൂട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തി. ജിബൂട്ടിയുടെ ക്യാപിറ്റൽ ജിബൂട്ടി സിറ്റി. കറൻസി ജിബൂട്ടിയൻ ഫ്രാങ്ക്. പ്രധാനമന്ത്രി അബ്ദുൽ ഖാദർ കമീൽ മുഹമ്മദ്. ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2026 2026 ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ ഏപ്രിൽ 6 മുതൽ 12 വരെ നടന്നു. വിജയികൾ: 1ാം സ്ഥാനം ഇറാൻ, 2ാം സ്ഥാനം ജപ്പാൻ, 3ാം സ്ഥാനം ചൈന. 17 മെഡലുകളോടെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ 5ാം സ്ഥാനത്തെത്തി. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ സുജീത്തും 70 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ അഭിമന്യുവും ഇന്ത്യയ്ക്ക് വേണ്ടി സ്വർണം നേടി. ആശാ ഭോസ്ലെ അന്തരിച്ചു. വിഖ്യാത പിന്നണി ഗായിക ആശാ ഭോസ്ലെ 92 വയസ്സ് ഏപ്രിൽ 12-ന് മുംബൈയിൽ അന്തരിച്ചു. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, പത്മവിഭൂഷൺ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. നാഷണൽ സേഫ് മദർഹുഡ് ഡേ 2026 ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം അഥവാ നാഷണൽ സേഫ് മദർഹുഡ് ഡേ ഏപ്രിൽ 11-ന് എല്ലാ വർഷവും ആചരിക്കുന്നു. പ്രധാന ലക്ഷ്യങ്ങൾ: ഗർഭിണികൾക്ക് ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക, മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുക, പ്രസവാനന്തര പരിശോധനകളെക്കുറിച്ചും പരിചരണത്തെക്കുറിച്ചും ബോധവൽക്കരിക്കുക എന്നിവയാണ്. 2026 തീം ഇക്വിറ്റി ഇൻ മറ്റേണൽ ഹെൽത്ത് കെയർ, ലീവിംഗ് നോ മദർ ബിഹൈൻഡ്. വേൾഡ് പാർക്കിൻസൺസ് ഡേ ഏപ്രിൽ 11 ലോക പാർക്കിൻസൺസ് ദിനമായി ആചരിക്കുന്നു. ഈ രോഗത്തെക്കുറിച്ച് ആദ്യം വിവരിച്ച ബ്രിട്ടീഷ് ഡോക്ടറായ ജെയിംസ് പാർക്കിൻസണിൻ്റെ ജന്മദിനമാണ് ഏപ്രിൽ 11. പാർക്കിൻസൺസ് രോഗികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് മികച്ച പരിചരണം, പിന്തുണ, നേരത്തെയുള്ള രോഗനിർണയം എന്നിവ ഉറപ്പാക്കുകയും ചെയ്യുക എന്നിവയാണ് ലക്ഷ്യം വെക്കുന്നത്. 2026 തീം ബ്രിഡ്ജ് ദ കെയർ ഗ്യാപ്പ്. വനിതാ സംവരണ ബിൽ 2026 ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് വനിതാ സംവരണ ബിൽ 2026. ഇത് ഭരണഘടനയുടെ 106ാം ഭേദഗതിയാണ്. 2026 സെൻസസ് സെറ്റിൽമെൻറ്റിന് ശേഷമാണ് നടപ്പിലാക്കുന്നത്. CAPF ലീഡർഷിപ്പ് കോൺഫറൻസ് 2026 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ത്യ ആദ്യമായി ഉന്നതതല CAPF അഥവാ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ലീഡർഷിപ്പ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ഉദ്ദേശം ആഭ്യന്തര സുരക്ഷാ സഹകരണം മെച്ചപ്പെടുത്തുക, ഇൻ്റലിജൻസ് പങ്കിടൽ, സംയുക്ത പ്രവർത്തന ആസൂത്രണം എന്നിവയാണ്. ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങൾ: കലാപം, ഇടതുപക്ഷ തീവ്രവാദം, സൈബർ സുരക്ഷാ ഭീഷണികൾ എന്നിവ കൈകാര്യം ചെയ്യുക. പങ്കെടുക്കുന്നവർ BSF, CRPF, CISF, ITBP, SSB എന്നീ കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും IB ഉദ്യോഗസ്ഥരുമാണ് പങ്കെടുക്കുന്നത്. ഈ ലീഡർഷിപ്പ് കോൺഫറൻസിൻ്റെ പ്രാധാന്യമെന്നത് രാജ്യത്തെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും സേനകൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. AICTE വാണി സ്കീം സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ ഇന്ത്യൻ ഭാഷകളുടെ ഉപയോഗം ശക്തിപ്പെടുത്തുന്നതിനായി ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അഥവാ AICTEയുടെ വാണി പദ്ധതിയുടെ 3ാം പതിപ്പ് ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഭാഷാ വിടവ് നികത്തുക, വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതൃഭാഷകളിൽ സാങ്കേതിക പരിജ്ഞാനം ലഭ്യമാക്കുന്നതിലൂടെ കൂടുതൽ സമഗ്രമായ ഒരു അക്കാദമിക് ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക, പ്രാദേശിക ഭാഷകളിലെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം വെക്കുന്നത്. വാണിയുടെ പൂർണ്ണരൂപം വൈബ്രന്റ് അഡ്വക്കസി ഫോർ അഡ്വാൻസ്മെൻറ്റ് ആൻഡ് നർച്ചറിംഗ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ്. വാണി സ്കീം 22 ഇന്ത്യൻ ഭാഷകളിൽ സാങ്കേതിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നു. AI, ക്വാണ്ടം ടെക്നോളജി,
സൈബർ സെക്യൂരിറ്റി, ഹൈഡ്രജൻ എനർജി, സ്പേസ് ആൻഡ് ഡിഫൻസ്, അഗ്രോടെക് തുടങ്ങിയ 16 മേഖലകളെ ഈ പദ്ധതി ഉൾക്കൊള്ളുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.